നമുക്കൊപ്പം എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഈ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളോടൊക്കെ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് കേട്ടു, അങ്ങനെയാണോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഇന്നലെ പോലും അവരോടൊപ്പം ഞാൻ നേരുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നമ്മൾ അവലോകനം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മഴക്കാലത്തിന് വേണ്ടി മാത്രം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ലാതെ നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അഡീഷണൽ ഫണ്ട്സും ഈ സംസ്ഥാനത്തിലെ KSDMA ഫണ്ട്സ് ഉപയോഗിച്ച് കോസ്റ്റൽ ഏരിയാസിന് നമുക്ക് ഒരു കോടിയോളം രൂപ എടവണക്കാട്, ചെല്ലാണം ഉൾപ്പെടെ പഞ്ചായത്തുകളിലെ അടിയന്തര സാഹചര്യത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന വർക്ക്സും നമ്മൾ അറേഞ്ച് ചെയ്ത് അത് ചെയ്തു വരുന്നു. ഒരു നല്ല കടൽക്ഷോഭമാണ് അവിടെ കാണുന്നത്. അതിന് നമുക്ക് പ്രത്യേകിച്ച് എടവണക്കാടില് 2-3 ഇഷ്യൂസ് ആണ് ഉള്ളത്. ഫസ്റ്റ്, അവിടെ ഒരു തോട് ഫുള്ള് സാൻഡ് വന്ന് അടഞ്ഞു കിടക്കുകയാണ്. അത് ക്ലീൻ ചെയ്യാനുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക്സ് ഒരു 5 lakhs നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ അവരുടെ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് സീ വാൾ ടെട്രാപോഡാണ്. ആ കാര്യങ്ങൾ DPR സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. മീൻവൈൽ നമുക്ക് ചെയ്യാവുന്ന ഡ്രെയിൻസ് ക്ലീൻ ചെയ്യലും, അതേപോലെ മണൽവാടയിൽ നമുക്ക് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് തൊഴിലുറപ്പ് മുഖാന്തരം അതിൽ ജൂട്ട് ബിക്കോസ് ഈ ജിയോ ബാഗ്സിലെല്ലാം അവർക്ക് ഒരു ആശങ്ക ഉണ്ട്. അത് ഒത്തിരി ഫോഴ്സ്ഫുൾ ആയിട്ട് കടൽക്ഷോഭം ഉള്ളപ്പോൾ അതെല്ലാം ഒളിച്ചു പോകുന്നു. സോ അത് എങ്ങനെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ പറ്റും, ജൂട്ട് ബാഗ്സും നമുക്ക് തൊഴിലുറപ്പ് മുഖാന്തരം ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തിട്ടുണ്ട്. അവരുടെ ആശങ്ക തീർച്ചയായിട്ടും 100% നമ്മൾ അംഗീകരിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ലാസ്റ്റ് 2-3 weeks ആയിട്ട് തന്നെ ഇതിന് അടിയന്തര ഫണ്ട്സും അതേ വർക്ക്സും കോൺട്രാക്ടർ കിട്ടുന്നില്ലെങ്കിൽ വേറെ കോൺട്രാക്ടർ എങ്ങനെ കിട്ടും, വേറെ എവിടെ നിന്നെല്ലാം സാൻഡ് എടുക്കാൻ പറ്റുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോടും അതേപോലെ റവന്യൂവിലും പഞ്ചായത്തോടും നമ്മൾ റെഗുലർലി നമ്മൾ ടച്ചിലാണ്, അവലോകനം ചെയ്തു വരുന്നു. ശ്രീ ഉമേഷ്, തീരദേശ ജനതയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ടൂറിസം മാഫിയയ്ക്ക് ഈ തീരം തീരെഴുതാനായിട്ടുള്ള ഒരു നീക്കം അത് നടക്കുന്നുണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നതാണ്. അതുപോലെ തന്നെ ഇരകളായ വിക്ടിംസിന് അടിയന്തര നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള കാര്യവുമുണ്ട്. അതിലൊക്കെ കളക്ടർ എന്ന നിലയിൽ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകുമോ? 100%. ഇതില് ടൂറിസം മാഫിയ അതേക്കുറിച്ച് എനിക്ക് കമന്റ് ചെയ്യാൻ ഒന്നുമില്ല. അവരുടെ മെയിൻ ഡിമാൻഡ് ഞാൻ അഗൈൻ പറയുന്നു, അവരുടെ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് സീ വാളാണ്. ചെല്ലാനത്ത് നമ്മൾ ഇത്ര ദൂരം ചെയ്ത അതേപോലെ ടെട്രാപോഡ്സ് അത് ചെയ്യണം എന്നാണ്. അത് നമുക്ക് സർക്കാർ ലെവലിൽ ഉടനെ തന്നെ തീരുമാനം ഉണ്ടാവും. DPR ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഈ അവർക്ക് ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ അത് തഹസിൽദാറും വില്ലേജ് ഓഫീസർ അവിടെ സ്ഥലം പോയി സന്ദർശിച്ച് അത് കറക്റ്റായിട്ട് നമ്മൾ അസസ് ചെയ്ത് നമുക്ക് അതിനുണ്ടായ നടപടി ഉണ്ടാവും. എടവണക്കാട് പഞ്ചായത്ത് കൗൺസിൽ എല്ലാവരോടും ഞാൻ ടച്ചിലുണ്ട്. ഇന്നലെ പോലും എൻ്റെ ഓഫീസിൽ അവർ ഉണ്ടായിരുന്നതാണ്. നമുക്ക് മാക്സിമം അവർ എന്നോട് പറഞ്ഞിട്ടും പോയതാണ്. അവിടെ പിന്നെ വൈകിട്ടും വിളിച്ചിരുന്നു, അവിടെ ഒത്തിരി കടൽക്ഷോഭം കൂടുന്നുണ്ടെന്ന്. സോ നമുക്ക് മാക്സിമം ഇമ്മീഡിയറ്റ് സപ്പോർട്ടും നെക്സ്റ്റ് 1 week, ഇപ്പോൾ നാളെ മറ്റന്നാൾ മഴ കുറയും എന്നാണ് പറയുന്നത്. മഴ കുറഞ്ഞ ഉടനെ ഈ 1 week ഡ്രെയിൻ ക്ലീൻ ചെയ്യലും ജിയോ ബാഗ്സ് കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നതും നമുക്ക് ചെയ്യാം. ഈ സംസ്ഥാനത്തിൽ ഇറിഗേഷൻ അല്ലാതെ KSDMA ഫണ്ട് വാങ്ങിയ ഒരു ജില്ലയാണ് എറണാകുളം. ഇതിനു വേണ്ടി കോസ്റ്റഡ് അത് പ്രത്യേകമായിട്ട് നമ്മുടെ പഞ്ചായത്തുകളുടെ സാഹചര്യം കണക്കിലെടുത്താണ് സർക്കാർ നമുക്ക് അനുവദിച്ചത്. സോ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ഈ പ്രോബ്ലംസ് നമുക്ക് എത്ര എമർജൻസിയിൽ നമുക്ക് ഏതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ആശ്വാസം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ എം ഇൻ ടച്ച് വിത്ത് ദം. നമുക്കത് ശരിയാക്കാം. ശ്രീ NSK ഉമേഷ്, ശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം അത് ഒരു ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. അതിനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ഇല്ല, അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടിയാണ് DPR സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഫണ്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. മീൻവൈലാണ് ഈ മണൽവാടയും ജിയോ ബാഗ്സും ഇതെല്ലാം നമ്മുടെ SDRF ഫണ്ട്സിലും ഇറിഗേഷൻ ഫണ്ട്സിലും ചെയ്തു വരുന്നത്. സോ ഇപ്പോൾ ചെയ്യാൻ പറ്റിയ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ദിസ് ടൈം ഈ ലാസ്റ്റ് 2 days ആയിട്ട് കേരള കോസ്റ്റ് മൊത്തം കടൽക്ഷോഭം കൂടിയിട്ടുണ്ട്. നമുക്ക് അതിനുവേണ്ടി തഹസിൽദാർ എല്ലാവരും അവിടെ
ആവശ്യമെങ്കിൽ അവരെ താൽക്കാലികമായിട്ട് ക്യാമ്പ് മാറ്റാനുള്ള നടപടിയും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ വേറെ മാഫിയാക്കോ വേറെ ആർക്കോ ഒന്നും സഹായിക്കാനല്ല. അവിടെ ജനങ്ങളോടൊപ്പം നമ്മളുണ്ട്. പെർമനന്റ് സൊല്യൂഷൻസും ടെമ്പററി സൊല്യൂഷൻസും നമ്മൾ ചെയ്തു വരുന്നു. അത് ഹോപ്പ്ഫുള്ളി അതൊരു ആശ്വാസം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കളക്ടർ ഒന്ന് തുടരണം. നമുക്കൊപ്പം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും കൂടി ടെലിഫോൺ ലൈനിലുണ്ട്, അസീന അബ്ദുൽ സലാം. ശ്രീമതി അസീന, കേൾക്കാമോ? കളക്ടർ ഉണ്ട് ലൈനിൽ, ചോദിക്കാം. കേൾക്കാം. അപ്പം ഞങ്ങളുടെ പഞ്ചായത്ത് 2004 സുനാമി വന്ന് 5 മരണം നടന്നൊരു പഞ്ചായത്താണ്. ഞങ്ങളിത് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ മേൽത്തട്ടുകളിലേക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നിവേദനങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫിഷറീസ് മന്ത്രി നടന്ന തീരസദസ്സിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടിയന്തരമായിട്ട് സീവാൾ ടെട്രോപാഡ് മോഡലിലുള്ള സീവാൾ നിർമ്മിക്കുവാൻ വേണ്ടി 55 കോടിയുടെ എസ്റ്റിമേറ്റ് എടുത്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പുലിമുട്ട് ഞങ്ങൾക്ക് 18 എണ്ണം അനുവദിച്ചിട്ടും ആകെ വന്നിട്ടുള്ളത് 5 പുലിമുട്ടുകളാണ്. അപ്പൊ ചില പ്രദേശങ്ങൾ അശാസ്ത്രീയമായ രീതിയിലുള്ള പുലിമുട്ടുകൾ വന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് കടല് വളരെ ശക്തമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കളക്ടർ ഞങ്ങൾ മീറ്റിംഗ് നടത്തി. ബഹുമാനപ്പെട്ട കളക്ടർ അവിടെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഞങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ പോലും ജനങ്ങൾ ഇവിടെ വളരെ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് സമരങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാര്യം സർക്കാർ തലങ്ങളിൽ നിന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ അതുമായിട്ടുള്ള ഫണ്ട്, അതായത് ടെട്രോപാഡ് മോഡലുള്ള സീവാൾ നിർമ്മിക്കണമെങ്കിലും പുലിമുട്ട് നിർമ്മിക്കണമെങ്കിലും സംസ്ഥാന സർക്കാർ കനിയാതെ ഞങ്ങൾക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 20 വർഷമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളോട് കാണിക്കുന്ന അവഗണനയിൽ ഇനിയും ഇതേപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട് എങ്കിൽ അവർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ നിന്ന് മാറി താമസിക്കണം. അത്രയ്ക്ക് പോലും അവിടെ നിന്നൊരു തീരദേശ റോഡില്ല, സീവാളില്ല, പുലിമുട്ടില്ല, ഒന്നുമില്ലാത്ത ജനങ്ങൾ, കുടിവെള്ളമില്ല. ഇന്നത്തെ പ്രശ്നം അവിടെ നിന്നും പല വീടുകളിലും കുടിവെള്ളമില്ലാതായിരിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉപജീവന മാർഗം എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് മാറി താമസിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഫിഷറീസ് മന്ത്രി അനുവദിച്ച 55 കോടിയുടെ ടെട്രോപാഡ് മോഡലിലുള്ള മോഡലിലുള്ള ചെല്ലാനത്തെ എങ്ങനെയാണോ അവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ എടവനക്കാട് പഞ്ചായത്തിലും തീരദേശത്ത് ടെട്രോപാഡ് മോഡലിലുള്ള സീവാൾ നിർമ്മിക്കണം. അടിയന്തരം, അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുലിമുട്ടും സീവാളും നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഈ ജനകീയ സമരം പിന്നോട്ട് മാറുകയുള്ളൂ. അത് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം. അതുവരെ ജനകീയ സമരമുണ്ട്. അതിനോടൊപ്പം തന്നെ ജനങ്ങളോടൊപ്പം തന്നെ എടവനക്കാട് പഞ്ചായത്ത് ഭരണസാരഥികളും ഭരണസമിതിയും ഒപ്പമുണ്ട് എന്നുള്ളതാണ്. ശ്രീ NSK ഉമേഷ്, അങ്ങയുടെ മറുപടി? ഇല്ല, ഇതെല്ലാം ഇന്നലെ മീറ്റിംഗിൽ ഞങ്ങൾ സംസാരിച്ചതാണ്. ഇത് അഗെയിൻ ചാനലിൽ സംസാരിക്കുന്നേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ഇതിൽ ഞാനിപ്പോൾ പറയുന്നത് അവരുടെ സമരം അത് നടക്കുന്നുണ്ട്. ഈ താൽക്കാലികമായിട്ട് ഇപ്പോ ഒത്തിരി പ്രശ്നമുണ്ടെങ്കിൽ ക്യാമ്പിൽ മാറാനുള്ള നടപടി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. അതല്ലാതെ ബാക്കി കാര്യങ്ങൾ സർക്കാരോട് നമ്മൾ ചർച്ച ചെയ്യാം. അടിയന്തരമായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് തന്നിട്ടുണ്ട്. അതിനുവേണ്ടി വർക്കും നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ വെതർ ഒന്ന് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് മഴ കുറയുമെന്നാണ് നമ്മുടെ ഫോർകാസ്റ്റ് ഉള്ളത്. ഉടനെ തന്നെ ഈ ഡ്രെയിനിലുള്ള സാൻഡ് എല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഫണ്ട് അനുവദിച്ച് നമുക്ക് ഉടനെ തന്നെ ഒരു ആശ്വാസം ഉണ്ടാക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അത് പ്രസിഡന്റോട് ഇന്നലെ പറഞ്ഞതുമാണ്, പിന്നെ ഫോണിലും സംസാരിച്ചതുമാണ്. നമുക്ക് അതിനുവേണ്ടി നടപടി സ്വീകരിക്കും. ഷുവർ. കളക്ടർ പ്രതികരിച്ചതിന് നന്ദി. ഒരു കാര്യം കൂടി, ഈ സമരക്കാരുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല, അത് ഞാൻ ഉടനെ തന്നെ തീരുമാനിക്കാം. ഐ വിൽ അപ്ഡേറ്റ്. ഓക്കെ.